നെക്സ്റ്റ് ചാപ്റ്റർ തേർഡ് ചാപ്റ്റർ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. വേറെ ഒരു വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതിലെ ചില മോഡിഫിക്കേഷൻസ് ആണ് മെയിനായിട്ട് വരിക. മോഡിഫിക്കേഷൻസ്, പിന്നെ സ്ട്രക്ചർ ഓഫ് ഫ്രൂട്ട്, ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അതിൽ മെയിനായിട്ട് വരിക. അപ്പോൾ മോഡിഫിക്കേഷൻസിൽ ഏത് പ്ലാന്റ് പാർട്ട് വേണമെങ്കിലും ചോദിക്കാം. തന്നിട്ട് വിച്ച് ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്ന് ചോദിക്കാം. അതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. നമുക്കറിയാം റൂട്ട് മോഡിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ടാപ്പ് റൂട്ട് ആൻഡ് അഡ്വൻറ്റീഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻസ് ആണുള്ളത്. അതിൽ ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷൻ ഓൺലി ഫോർ ഫുഡ് സ്റ്റോറേജ് ആണ് നമുക്കറിയാം. അത് തന്നെ 4 ടൈപ്സ് ഉണ്ട് ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ഓഫ് ട്യൂബേഴ്സ്. ദേ ആർ കോണിക്കൽ, ഫ്യൂസിഫോം, നാപ്പിഫോം ആൻഡ് ട്യൂബറസ്. ഇത് 4 ഫുഡ് സ്റ്റോറേജ് ആണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷൻസ് ആർ ഓൺലി ഫോർ എന്താണ് ഫുഡ് സ്റ്റോറേജ്. അത്തരം ഫുഡ് സ്റ്റോറിങ് റൂട്ട്സിനാണ് റൂട്ട് ട്യൂബേഴ്സ് എന്ന് പറയുക. ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ഓഫ് ദ ട്യൂബേഴ്സ് ഇത് നമുക്ക് 4 ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. അതാണ് കോണിക്കൽ, ഫ്യൂസിഫോം, നാപ്പിഫോം ആൻഡ് ട്യൂബറസ് എന്ന് പറയുന്നത്. അഡ്വൻറ്റീഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻ വരുമ്പോൾ 3 ടൈപ്സ് ആണ് അവിടെ വരുന്നത്. പ്രൊപ്രൂട്ട്സ്, സ്റ്റിൽറ്റ് റൂട്ട് ആൻഡ് നിമാറ്റോഫോർസ്. അതിൽ നിമാറ്റോഫോർസ് ഒക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ മോഡൽ എക്സാമിനും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് നിമാറ്റോഫോർസിൻ്റെ ക്വസ്റ്റ്യൻ. റൈസോഫോറയിൽ ഉള്ള റൂട്ട് മോഡിഫിക്കേഷൻ എന്താണെന്നാണ് ചോദിച്ചത്. റൈസോഫോറ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാംഗ്രൂവ് ആണ്. മാംഗ്രൂവ് മീൻസ് മാർഷി പ്ലേസസിൽ കാണുന്ന ചെടികളാണ് മാംഗ്രൂവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റൈസോഫോറയിൽ കാണുന്ന റൂട്ട് മോഡിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു. അതാണ് മോഡൽ എക്സാമിന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ അത് എന്താണ്? നിമാറ്റോഫോർസ് ആണ്. നിമാറ്റോഫോർസ് ആർ ദി സ്റ്റിൽറ്റ് റൂട്ട്സ്. നോർമലി റൂട്ട്സ് ആർ പോസിറ്റീവ്ലി ജിയോട്രോപ്പിക്. പക്ഷേ മാർഷി ഏരിയ ആണ്. മാർഷി ഏരിയ ആകുമ്പോഴത്തേക്ക് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ മണ്ണിലുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ ടു ഗെറ്റ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ സം ഓഫ് ദ റൂട്ട്സ് ഓഫ് ദീസ് പ്ലാന്റ്സ് ഗ്രോ നെഗറ്റീവ്ലി ജിയോട്രോപ്പിക്. ചില റൂട്ട്സ് നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് ആയിട്ട് മുകളിലേക്ക് വളരുന്നു. എന്നിട്ട് അതിൽ ചെറിയ ഓപ്പണിങ്സ് കാണുന്നു. ദീസ് ഓപ്പണിങ്സ് ആർ കോൾഡ് നെമാറ്റോതോഡ്സ്. ത്രൂ ദീസ് നെമാറ്റോതോഡ്സ് ദി അബ്സോർബ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ആൻഡ് ഹെൽപ്പ് ദ പ്ലാന്റ് ഇൻ റെസ്പിറേഷൻ. അതുകൊണ്ടാണ് നെമാറ്റോഫോർസിനെ എന്ത് പറയുന്നത്? റെസ്പിറേറ്ററി റൂട്ട് എന്നും പറയുന്നത്. അപ്പോൾ നെമാറ്റോഫോർസ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെക്കുക. നെമാറ്റോഫോർസ് ഒക്കെ ആർ കോൾഡ് റെസ്പിറേറ്ററി റൂട്ട്സ്. അങ്ങനെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസിലുണ്ട്. ജസ്റ്റിഫൈ യുവർ ആൻസർ, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നെമാറ്റോഫോർസിന് എക്സാമ്പിൾ ചോദിച്ചാൽ മാംഗ്രൂവ്സ് ആണ്. റൈസോഫോറ, അവിസീനിയ തുടങ്ങിയ എക്സാമ്പിൾസ് ഒക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. ക്വസ്റ്റ്യനിലുണ്ടായിരുന്ന റൈസോഫോറ എന്ന പ്ലാന്റ് ആണ്. റൈസോഫോറ ഈസ് എ മാംഗ്രൂവ്. അപ്പോൾ അതിൽ എന്താണ്? റെസ്പിറേഷൻ ആണ് ഇതിൻ്റെ ഫംഗ്ഷൻ. സോ ദീസ് റൂട്ട്സ് ആർ ഓൾസോ കോൾഡ് റെസ്പിറേറ്ററി റൂട്ട്സ് എന്ന് പറയാം. ആ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനെ അബ്സോർബ് ചെയ്യുന്ന മൈന്യൂട്ട് ഓപ്പണിങ്സിനെ നെമാറ്റോതോഡ്സ് എന്നും പറയാം. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്ന പ്രൊപ്രൂട്ട്സ് ആണ്. പ്രൊപ്രൂട്ട് എക്സാമ്പിൾ ബനിയൻ ട്രീ ആണ്, ഫൈക്കസ് ആണ്. അതിൽ താഴേക്ക് വളരുന്ന പില്ലർ ലൈക്ക് റൂട്ട്സിനെയാണ് എന്ത് പറയുക? പ്രൊപ്രൂട്ട്സ് എന്ന് പറയുക. ദേ ഗീവ് അഡീഷണൽ സപ്പോർട്ട് ടു ദി ഹെവി ബ്രാഞ്ചസ്. അപ്പോൾ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നതാണ് പ്രൊപ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഇതുപോലെ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നതാണ് അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റിൽറ്റ് റൂട്ടാണ്. അത് റിവർ ബാങ്ക്സിലൊക്കെ കാണുന്ന ചെടികളിൽ ലോവർ മോസ്റ്റ് നോട്ട്സിൽ നിന്നോ ലോവർ സൈഡ് ഓഫ് ദ സ്റ്റെമ്മിൽ നിന്നാണ് വരിക. അപ്പോൾ അങ്ങനെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെമാറ്റോഫോർസ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിലൊരു ക്വസ്റ്റ്യനാണ് കുക്കുംബർ. കുക്കുംബറിൽ ഉള്ളത് ടെൻഡ്രിൽസ് ആണ്. വളരെ വർഗത്തിൽ ടെൻഡ്രിൽസ് വരാൻ. ടെൻഡ്രിൽസ് ഹെൽപ്പ് ദ പ്ലാന്റ് ടു ക്ലൈംബ് ഓൺ സപ്പോർട്ട് ആൻഡ് ഹെൽപ്പ് ദ പ്ലാന്റ് ടു എക്സ്പോസ് ടു സൺലൈറ്റ്. അപ്പോൾ അതിന് സഹായിക്കുന്ന ടെൻഡ്രിൽസ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റും ചോദിക്കാം സിട്രസിലെ തോൺസ്. അങ്ങനെ പെയറിംഗ് ക്വസ്റ്റ്യനായിട്ടോ അല്ലെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസായിട്ട് നമ്മുടെ മോഡിഫിക്കേഷൻസിൽ ഏത് വേണമെങ്കിലും ചോദിക്കാൻ ടൈപ്പ് ഓഫ് നെയിംസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നെമാറ്റോഫോർസ് ഓർത്ത് വെക്കാം. നെമാറ്റോഫോർസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നെമാറ്റോഫോർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഒരു മെയിൻ ഒരു ക്വസ്റ്റ്യനാണ് പ്ലാസൻറ്റേഷൻ. പ്ലാസൻറ്റേഷൻ നമ്മുടെ ഫോക്കസിലുള്ളൊരിതാണ്. ഗൈനീഷ്യത്തിലാണ് വരിക. പ്ലാസൻറ്റേഷൻ മീൻസ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓവ്യൂൾസ് ഓൺ ദ പ്ലാസൻറ്റ വിത്തിൻ ദി ഓവറിക്കുള്ളിൽ പ്ലാസൻറ്റ എന്ന സോഫ്റ്റ് ടിഷ്യൂയിൽ ഓവ്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റാണ് നമ്മൾ എന്താ പറയുക? പ്ലാസൻറ്റേഷൻ എന്ന് പറയുക. അപ്പോൾ പ്ലാസൻറ്റേഷനിൽ തന്നെ നമ്മൾ പഠിച്ചു മാർജിനൽ, ആക്സൈൽ, പരേറ്റൽ, ഫ്രീ സെൻട്രൽ, ബേസൽ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസൻറ്റേഷൻസ് വരുന്നുണ്ട് അവിടെ. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പ്ലാസൻറ്റേഷൻസ് ആണ് വരുന്നത്. ഗൈനീഷ്യത്തിലാണ് വരിക. ഇന്ന് ടെക്സ്റ്റിൽ പേജ് നമ്പർ 75 അതിൻ്റെ പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഫിഗർ കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യണം ഏത് ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ ആണെന്ന്, ഏത് ടൈപ്പ് ഓഫ് പ്ലാസൻറ്റേഷൻ ആണെന്ന്. മോഡിഫിക്കേഷനല്ല, പ്ലാസൻറ്റേഷൻ ആണെന്ന്. അപ്പോൾ അതിൽ തന്നെ ഫാബേസി ഫാമിലിയിലൊക്കെ എപ്പോഴും വരുന്ന മാർജിനൽ പ്ലാസൻറ്റേഷൻ ആയിരിക്കും. മാർജിനിലാണ് അവിടെ ഓവ്യൂൾസ് അറേഞ്ച് ചെയ്യുന്നത്. നടുവിൽ ഒരു സെപ്റ്റം ഓർ ക്രോസ് വാൾ, ആക്സിസ് വന്നിട്ട് സെപ്റ്റം ഉണ്ടെങ്കിൽ അത് ആക്സൈൽ പ്ലാസൻറ്റേഷൻ ആയിരിക്കും. ക്രോസ് വാൾസ് ഒന്നുമില്ല, നടുവിലാണെങ്കിൽ ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ ആയിരിക്കും. കുക്കുംബേഴ്സിലൊക്കെ ആണെങ്കിൽ പെരിഫറിനകത്തേക്കാണ് അവിടെ അറേഞ്ച് ചെയ്യുക. ഇറ്റ് ഇസ് കോൾഡ് പരേറ്റൽ പ്ലാസൻറ്റേഷൻ. പിന്നെ ഉള്ളത് ബേസൽ പ്ലാസൻറ്റേഷൻ. ഓവറിയുടെ താഴെ തുടങ്ങിയിട്ട് താഴേക്ക് വരുന്നുണ്ട് ബേസൽ പ്ലാസൻറ്റേഷൻ. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസൻറ്റേഷൻസ് ഉണ്ട്. അതും അതിൻ്റെ ഫിഗേഴ്സ് കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യണം വിച്ച് ടൈപ്പ് ഓഫ് പ്ലാസൻറ്റേഷൻ ഈസ് എന്ന് അറിയണം. നെക്സ്റ്റ് ഒന്ന് വരുന്ന സ്റ്റെം മോഡിഫിക്കേഷൻസ്. നമുക്കറിയാം സ്റ്റെം എന്ന് പറയുമ്പോൾ 3 ടൈപ്സ് വരുന്നുണ്ട്. അണ്ടർഗ്രൗണ്ട്, സബ് ഏരിയൽ ആൻഡ് ഏരിയൽ. അതെല്ലാത്തിലും മോഡിഫിക്കേഷൻസ് ഉണ്ട്. അതിന് എക്സാമ്പിൾസോടെ ഓർത്ത് പഠിക്കണം. അപ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ ആൻഡ് എക്സാമ്പിൾ ആ രീതിയിൽ പഠിക്കണം. അപ്പോൾ സ്റ്റെം മോഡിഫിക്കേഷൻ ഇപ്പോൾ
ഇപ്പോൾ ക്വസ്റ്റ്യൻസിലുള്ള 1-2 എക്സാമ്പിൾസാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ പൊട്ടറ്റോ സ്റ്റെം ട്യൂബർ. അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷൻ പോലെയാണ്. ഫുഡ് സ്റ്റോറേജ് മാത്രമാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അണ്ടർഗ്രൗണ്ട് മോഡിഫിക്കേഷൻ സ്റ്റെം മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വരുന്ന റൈസോം, കോം, സ്റ്റെം ട്യൂബർ ആൻഡ് ബൾബ്, ഈ 4 ടൈപ്സാണ് വരുന്നത്. റൈസോം, കോം, സ്റ്റെം ട്യൂബർ ആൻഡ് ബൾബ്, ഇത്രയാണ് വരിക. ഇപ്പോൾ റൈസോമിനൊക്കെ എക്സാമ്പിൾ ജിഞ്ചർ ആൻഡ് മ്യൂസ വരുന്നുണ്ട്. സ്റ്റെം ട്യൂബറിന് എക്സാമ്പിൾ പൊട്ടറ്റോ വരുന്നുണ്ട്. പിന്നെ അല്ലാതെ നമ്മുടെ കൊളക്കേഷ്യ, യാം ഓർ അമോഫഫാലസ് ഒക്കെ എന്താണ്, കോം ആണ്. ഇങ്ങനെ ബൾബ് ആകുമ്പോഴത്തേക്ക് ഓണിയൻ ആൻഡ് ഗാർലിക്, ഇങ്ങനെ 4 ടൈപ്സാണ് വരുന്നത്. റൈസോം, കോം, സ്റ്റെം ട്യൂബർ ആൻഡ് ബൾബ്. ദീസ് 4 ടൈപ്സ് ഓഫ് അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് ആർ മോഡിഫൈഡ് ഫോർ ഫുഡ് സ്റ്റോറേജ്. അതിനെ സ്റ്റെം ട്യൂബേഴ്സ് എന്ന് പറയാം. അപ്പോൾ അത് 4 എക്സാമ്പിൾസ്. അപ്പോൾ അത് ഓർത്തിക്കുക. അതുപോലെ സബേരിയൽസ് മോഡിഫിക്കേഷൻസ് വരുമ്പോഴത്തേക്കും അവിടെ വരുന്നുണ്ട് സക്കർ, റണ്ണർ, ഓഫ്സെറ്റ് ആൻഡ് സ്റ്റോളൻ. സക്കർ, റണ്ണർ, ഓഫ്സെറ്റ് ആൻഡ് സ്റ്റോളൻ, ഇങ്ങനെ 4 ടൈപ്സാണ് സബേരിയൽസ് മോഡിഫിക്കേഷൻസിൽ വരിക. ഇതുപോലെ ഏരിയൽസ് മോഡിഫിക്കേഷൻസിൽ വരുമ്പോഴത്തേക്കും ടെൻഡ്രിൽസ്, ഫില്ലോ ക്ലാഡ്. ഫില്ലോ ക്ലാഡ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. കാരണം ഫില്ലോ ക്ലാഡിൽ 2 തരം മോഡിഫിക്കേഷൻസ് കാണുന്നുണ്ട്. ഫില്ലോ ക്ലാഡിൽ എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻസ്? ലീവ്സ് ആർ മോഡിഫൈഡ് ടു സ്പൈൻസ് ടു റെഡ്യൂസ് ദ റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ. നമുക്കറിയാം സീറോഫൈറ്റ് ആണ്, ഡെസർട്ടിൽ കാണുന്ന പ്ലാന്റ് ആണ്, വാട്ടർ അവൈലബിലിറ്റി കുറവാണ്. സോ ട്രാൻസ്പിറേഷനിലൂടെയുള്ള വാട്ടർ ലോസ് മിനിമൈസ് ചെയ്യണം. ലീവ്സ് ഉണ്ടെങ്കിൽ സ്റ്റൊമാറ്റ ഉണ്ടാകാം, അപ്പോൾ അവിടെ ട്രാൻസ്പിറേഷൻ നടക്കാം. ടു മിനിമൈസ് ദ വാട്ടർ ലോസ് ടു ട്രാൻസ്പിറേഷൻ ലീവ്സ് ആർ മോഡിഫൈഡ് ടു സ്പൈൻസ്. അപ്പോൾ ഒന്ന് വാട്ടർ ലോസ് കുറയ്ക്കുക ഒരു ഫംഗ്ഷൻ, മറ്റൊന്ന് ഡിഫൻസിന് ഇവിടെ സഹായിക്കുന്നുണ്ട്. ഹെർബിയോഡ്സ് ഒന്നും അറ്റാക്ക് ചെയ്യില്ല. ഇനി അപ്പോൾ ലീവ്സ് ആർ മോഡിഫൈഡ് ടു സ്പൈൻസ്. അപ്പോൾ ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് സ്റ്റെം എന്തായിട്ട് മാറി? ഗ്രീൻ, ഫ്ലാറ്റ് ഓർ സിലിണ്ടറിക്കൽ സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറി. ദീസ് സിലിണ്ടറിക്കൽ ഓർ ഫ്ലാറ്റ് സ്ട്രക്ചേഴ്സ് ആർ കാൾഡ് ഫില്ലോ ക്ലാഡ്. അങ്ങനെ 2 തരം മോഡിഫിക്കേഷൻസ് ആണ് അവിടെ വരിക. അപ്പോൾ അത് സ്റ്റെമ്മിലും റൂട്ടിലും അവിടെ വരാം മോഡിഫിക്കേഷൻസ് വരുന്നുണ്ട്. സ്റ്റെമ്മിൽ, ലീഫിലും മോഡിഫിക്കേഷൻ വരുന്നതാണ് ഏത് ഒപ്പൻഷ്യ എന്ന് പറയുന്ന പ്ലാന്റ്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻസ് വരാം. പിന്നെ ബൊഗൈൻ വില്ലയിലുള്ള മോഡിഫിക്കേഷൻസും ഇപ്പോൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസിലുണ്ട്. ബൊഗൈൻ വില്ലയിൽ വരുമ്പോഴത്തേക്ക് തോൺസ് ആണ് വരിക. തോൺസ്, ആക്സിലർ ബഡ്സ് ആർ മോഡിഫൈഡ് ഇൻടു തോൺ. ഷാർപ്പ്, സ്ട്രെയിറ്റ്, പോയിൻറ്റഡ് സ്ട്രക്ചേഴ്സ് മെൻ ഫോർ ഡിഫൻസ് ആൻഡ് ക്ലൈംബിങ്, അതിനാണ് ഏത് തോൺസ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ് ഓർത്ത് വെക്കുക. ഓരോന്നിനും എക്സാമ്പിൾസ് ഉൾപ്പെടെ ഓർക്കുക. നെക്സ്റ്റ് വരുന്നത് സ്ട്രക്ചർ ഓഫ് റൂട്ട്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് സ്ട്രക്ചർ ഓഫ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്സ് ആണ് വേണ്ടത്. നമുക്കറിയാം അതിൽ തന്നെ 1 വേർഡ്സ് ചോദിച്ചിട്ടുണ്ട് പഴയ ക്വസ്റ്റ്യൻസിലൊക്കെ. തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് കവർ ദി അപ്പെക്സ് ഓഫ് റൂട്ട് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് കവേഴ്സ് ദി റൂട്ട് ടിപ്പ്. ഏതാണ് റൂട്ട് ടിപ്പിനെ കവർ ചെയ്യുന്ന തിമ്പിൾ ലൈക്ക് സ്ട്രക്ചറിൻ്റെ പേര് റൂട്ട് ക്യാപ്പ് എന്നാണ്. ആക്ച്വലി റൂട്ട് ക്യാപ്പ് ആണ് ഏറ്റവും പുറമേ വരുന്നത്. അതിനുള്ളിലായിട്ട് എന്താണ് മെരിസ്റ്റമാറ്റിക് റീജിയൻ വരുന്നത്. അപ്പോൾ റൂട്ടിൻ്റെ സ്ട്രക്ചർ ഓർത്ത് വയ്ക്കുക. മോർഫോളജിയിലാകത്തൊരു ഫിഗർ തന്നെ അതാണ്. മെരിസ്റ്റമാറ്റിക് റീജിയൻ വരുന്നുണ്ട്, റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, റീജിയൻ ഓഫ് മെച്ചുറേഷൻ. പിന്നെ മെരിസ്റ്റമാറ്റിക് റീജിയനെ കവർ ചെയ്തുകൊണ്ട് റൂട്ട് ക്യാപ്പ് കൂടെ ഉണ്ടാകാം. അപ്പോൾ അത് സ്ട്രക്ചർ ഓഫ് റൂട്ടിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈ മോർഫോളജിയിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. പലപ്പോഴും ക്വസ്റ്റ്യൻസിൽ കാണുന്ന ഒന്നാണ് ഏതാണ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ഇൻഫ്ലോറസൻസസ് ചോദിക്കുന്നതാണ്. നമുക്കറിയാം സിംഗിൾ ഫ്ലവേഴ്സായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ദേ ആർ കാൾഡ് സോളിറ്ററി ഫ്ലവേഴ്സ്. എന്നാൽ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ്, ഒരു കോമൺ സ്റ്റാക്കിൽ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ് വരികയാണെങ്കിൽ അതിന് ഇൻഫ്ലോറസൻസ് എന്ന് പറയാം. ആ കോമൺ സ്റ്റാക്കിൻ്റെ പേര് പെഡങ്കിൾ എന്നാണ്. പെഡങ്കിളിലാണ് ഫ്ലവേഴ്സ് വരിക. അപ്പോൾ കാഷ്യ, കണിക്കൊന്നയിലൊക്കെയാണ് ഒത്തിരി ഫ്ലവേഴ്സ് വരാൻ ഒരു കോമൺ സ്റ്റാക്കിൽ. ദിസ് കോമൺ സ്റ്റാക്ക് ഈസ് കാൾഡ് പെഡങ്കിൾ. എന്തായാലും ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഒരു ഫ്ലോറൽ ആക്സിസിൽ ഒത്തിരി ഫ്ലവേഴ്സ് വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഇൻഫ്ലോറസൻസ് എന്ന് പറയാം. ഇൻഫ്ലോറസൻസ് ആർ ഓഫ് 2 ടൈപ്സ്, റെസിമോസ് ആൻഡ് സൈമോസ്. അപ്പോൾ റെസിമോസ് ആൻഡ് സൈമോസ് ഇങ്ങനെ 2 ടൈപ്സ് ഓഫ് ഇൻഫ്ലോറസൻസസ് ആണ് വരിക. അപ്പോൾ അത് രണ്ടിലുള്ള ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് ഓർക്കുക. ഇപ്പോൾ ഇഫ് ദ പെഡങ്കിൾ ഡസ് നോട്ട് എൻഡ്സ് വിത്ത് എ ഫ്ലവർ, ഇഫ് ദ പെഡങ്കിൾ ഡസ് നോട്ട് എൻഡ്സ് വിത്ത് എ ഫ്ലവർ ആണെങ്കിൽ അതിന് റെസിമോസ് ഇൻഫ്ലോറസൻസ് എന്ന് പറയാം. അവിടെ ടിപ്പിൽ ഫ്ലവേഴ്സ് കാണും, പക്ഷേ അതിൻ്റെ സൈഡ്സിൽ നിന്നാണ് വരിക. പെഡങ്കിളുടെ സൈഡിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ദ പെഡങ്കിൾ ഡസ് നോട്ട് എൻഡ്സ് ഇൻ എ ഫ്ലവർ, ബട്ട് ഇൻ സൈമോസ് ദ പെഡങ്കിൾ എൻഡ്സ് ഇൻ എ ഫ്ലവർ. പെഡങ്കിളുടെ ടിപ്പിൽ അവിടെ ഒരു ഫ്ലവർ ഉണ്ടെങ്കിൽ അത് സൈമോസ് ഇൻഫ്ലോറസൻസ് ആയിരിക്കും. ഇനി റെസിമോസ് ആൻഡ് സൈമോസ് ഇൻഫ്ലോറസൻസിലുള്ള ഫ്ലവർ അറേഞ്ച്മെൻറ്റ്. റെസിമോസ് ഇൻഫ്ലോറസൻസിൽ അക്രോപീറ്റൽ സക്സഷൻ ആൻഡ് സൈമോസ് ഇൻഫ്ലോറസൻസിൽ ബേസിപീറ്റൽ സക്സഷൻ, അതും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇൻഫ്ലോറസൻസിൽ റെസിമോസിൽ കാണുന്ന ഫ്ലവർ അറേഞ്ച്മെൻറ്റിൻ്റെ പേര് അക്രോപീറ്റൽ സക്സഷൻ ആൻഡ് ഇൻ സൈമോസ് ഇറ്റ് ഈസ് കാൾഡ് ബേസിപീറ്റൽ സക്സഷൻ. അക്രോപീറ്റൽ സക്സഷൻ മീൻസ് in acropetal succession old flowers are seen towards the base of the peduncle and young flowers towards the tip of the peduncle. Old flowers are towards the base of the peduncle and young flowers towards the tip of the peduncle is called acropetal succession. But in cymos old flower is seen at the tip and young flower towards the base. ഓൾഡ് ഫ്ലവർ, ജാസ്മിനിലൊക്കെ നോക്കി സ്ഥിരമായി കാണുന്ന മുല്ലയിലും പിച്ചിലൊക്കെ മുകളിലൊരു പൂ വിടർന്ന് നിൽക്കുമ്പോൾ താഴെ 2 മൊട്ടുകളായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഓൾഡ് ഫ്ലവർ ഈസ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ പെഡങ്കിൾ ആൻഡ് യങ് ഫ്ലവേഴ്സ് ടുവേർഡ്സ് ദ ബേസ് ഓഫ് ദ പെഡങ്കിൾ ഈസ് കോൾഡ് ബേസിപീറ്റൽ സക്സഷൻ. ഇറ്റ് ഈസ് കോമൺ ഇൻ സൈമോസ് ഇൻഫ്ലോറസൻസ്.
So inflorescence are of two types, racemose and cymose. Arrangements ഓർക്കുക, in racemose it is called acropetal succession and in cymose it is basipetal succession. ഇങ്ങനെയാണ് വരിക. ഓക്കെ, സോ ഇൻഫ്ലോറസൻസ് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ വരുന്നത് 3 types of flowers based on the position of floral whorls on the thalamus. നമുക്കറിയാം floral whorls are 4 types. Calyx, corolla, androecium and gynoecium are the floral whorls. These floral whorls are arranged on a soft tissue called thalamus. അപ്പോൾ തലാമസിനോട് ചേർന്ന് വരുന്ന ബാക്കിയുള്ള ഫ്ലോറൽ വേൾസിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് നമ്മൾ 3 types of flowers പറയുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, അത് ഫിഗർ തന്നിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് തലാമസ് അല്ലെങ്കിൽ ഫ്ലോറൽ വേൾസ് ഓൺ തലാമസ്, ഫ്ലവേഴ്സ് ആർ ഓഫ് 3 types: എപ്പിഗൈനസ്, ഹൈപ്പോഗൈനസ് ആൻഡ് പെരിഗൈനസ്. Epigynous means, in epigynous, thalamus is seen above the gynoecium. Thalamus is seen above the gynoecium. Gynoecium താഴെയും തലാമസ് മുകളിലുമായിട്ടായിരിക്കും കാണുക. തലാമസ് മുകളിലും ഗൈനീഷ്യം താഴെയുമായിട്ടായിരിക്കും വരിക അവിടെ. ഓക്കെ, അപ്പോൾ ഓവറി ഗൈനീഷ്യം താഴെ വരുമ്പോഴത്തേക്ക് ദാറ്റ് സച്ച് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ഓവറി അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഓവറിയെ പറയുന്ന പേര് ഇൻഫീരിയർ ഓവറി എന്നാണ്. ഇൻഫീരിയർ ഓവറി. അപ്പോൾ എപ്പിഗൈനസ് ആൻഡ് ഹൈപ്പോഗൈനസ്. എപ്പിഗൈനസ് മീൻസ് തലാമസ് ഈസ് സീൻ എബവ് ദി ഓവറി ഓർ ഗൈനീഷ്യം. തലാമസ് പിന്നെ താഴെ ആയിരിക്കും ഗൈനീഷ്യം വരിക. അത്തരം ഓവറി പറയുന്ന പേര് ഇൻഫീരിയർ ഓവറി എന്നാണ്. നമ്മൾ ഫ്ലോറൽ ഫോർമുല എഴുതുമ്പോഴത്തേക്ക് ആ ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ ഓവറിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ സിമ്പിൾസ് ഇവിടെ ഒന്ന് ഓർത്തോളണം. ഇൻഫീരിയർ ഓവറി നമ്മൾ എഴുതുന്നത് ജിയുടെ മുകളിലാണ് ലൈൻ ചെയ്യുക. സുപ്പീരിയർ ഓവറി വരുമ്പോഴത്തേക്ക് ജിയുടെ അടിയിലാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത് ജി ഇങ്ങനെ എഴുതിയ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇൻഫീരിയർ ഓവറിയും ഇത് സുപ്പീരിയർ ഓവറി ആയിരിക്കും. അപ്പോൾ അതാണ് എപ്പിഗൈനസ്. ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഹൈപ്പോഗൈനസ് എന്ന് പറയുന്നത്. ഹൈപ്പോഗൈനസ് എന്ന് പറയുമ്പോഴത്തേക്ക് തലാമസ് താഴെയും ഓവറി അതിന് മുകളിലും വരുന്നു. തലാമസ് ഈസ് സീൻ ബിലോ ദി ഓവറി ഓർ ഗൈനീഷ്യം. ഗൈനീഷ്യത്തിന് താഴെ ആയിരിക്കും തലാമസ് വരുന്നത്. അപ്പോൾ ഓവറി മുകളിലാകുമ്പോഴത്തേക്ക് അത്തരം ഓവറിയാണ് സുപ്പീരിയർ ഓവറി എന്ന് പറയുക. അപ്പോൾ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ ഓവറീസ് ആണത്. നെക്സ്റ്റ് വൺ പെരിഗൈനസ് ആണ്. പെരിഗൈനസ് സാധാരണ വരുന്ന ഗാമോ പെറ്റാലസ് ഫ്ലവേഴ്സിലാണ് വരിക. ആ റിം ഓഫ് പെറ്റൽസിനാണ് അവിടെ കാലിക്സ് ആൻഡ് സ്റ്റേമൻസ് ഒക്കെ ആൻഡ്രീഷ്യ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതിനെ ഹാഫ് ഇൻഫീരിയർ ഓർ ഹാഫ് സുപ്പീരിയർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും മെയിനായിട്ട് ചോദിക്കുക എപ്പോഴും എപ്പിഗൈനസ് ഓർ ഹൈപ്പോഗൈനസ് ആയിരിക്കും. അതിൻ്റെ ഫിഗേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തോളണം. പേജ് നമ്പർ 73 അതിൻ്റെ ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ പൊസിഷൻ ഓഫ് ഫ്ലോറൽ വേൾസ് ഓൺ തലാമസിനെ ബേസ് ചെയ്ത് 3 types of ഫ്ലവേഴ്സാണ് വരിക: എപ്പിഗൈനസ്, ഹൈപ്പോഗൈനസ് ആൻഡ് പെരിഗൈനസ് ഫ്ലവേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ലീഫിലാണ്. ലീഫിൽ വരുന്നത് വീനേഷനാണ് ചോദിക്കുക. വീനേഷൻ നമുക്കറിയാം, അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ് ഓൺ ദി ലാമിന ഈസ് കാൾഡ് വീനേഷൻ. അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ് ഓൺ ദി ലാമിന ഈസ് കാൾഡ് വീനേഷൻ. 2 types of venations ആണ് വരിക: റെറ്റിക്കുലേറ്റ് ആൻഡ് പാരലൽ വീനേഷൻ. റെറ്റിക്കുലേറ്റ് വീനേഷൻ ഈസ് സീൻ ഇൻ ഡൈക്കോട്ട്സ്. ആദ്യം മിഡ്രിബ് ബ്രാഞ്ചസ് ഇൻ ടു വെയിൻസ്, വെയിൻ വീണ്ടും ബ്രാഞ്ച് ചെയ്ത് വെയിൻലെറ്റ്സ് ഓർ നെറ്റ്വർക്ക് ഓഫ് വെയിൻസ് ആയിട്ട് മാറുന്നു. ദാറ്റ് നെറ്റ്വർക്ക് ഓർ റെറ്റിക്കുലം ലൈക്ക് ലീഫ് അറേഞ്ച്മെൻറ്റ് ഈസ് കാൾഡ് റെറ്റിക്കുലേറ്റ് വീനേഷൻ. ഇറ്റ് ഈസ് കോമൺ ഇൻ ഡൈക്കോട്ട്സ്. അപ്പോൾ ഡൈക്കോട്ട് ലീഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ തന്നെ റെറ്റിക്കുലേറ്റ് വീനേഷൻ ആയിരിക്കും. ബട്ട് ഇൻ മോണോകോട്ട്സ് ഇറ്റ് ഈസ് പാരലൽ വീനേഷൻ. വെയിൻസ് ആർ അറേഞ്ച്ഡ് പാരലൽ ടു വൺ അനദർ. അതാണ് ഏത് പാരലൽ വീനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വീനേഷൻ ഈസ് അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ് ഓൺ ദി ലാമിന. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ക്വസ്റ്റ്യനാണ്, ആൻഡ്രീഷ്യമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ് എപ്പി പെറ്റാലസ് ആൻഡ് എപ്പിഫിലസ് സ്റ്റേമൻ. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിലുള്ളതാണ് എപ്പി പെറ്റാലസ് ആൻഡ് എപ്പിഫിലസ് സ്റ്റേമൻ. ഇഫ് ദ സ്റ്റേമൻസ് ആർ അറ്റാച്ച്ഡ് ടു ദ പെറ്റൽ, ഇറ്റ് ഈസ് കാൾഡ് എപ്പി പെറ്റാലസ് സ്റ്റേമൻ. സ്റ്റേമൻസ് പെറ്റലുമായിട്ട് ചേർന്നിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് എപ്പി പെറ്റാലസ് സ്റ്റേമൻ. ബട്ട് ഇഫ് ദ സ്റ്റേമൻസ് ആർ അറ്റാച്ച്ഡ് ടു ദ പെരിയാന്ത് നമുക്കറിയാം കാലിക്സ് ആൻഡ് കൊറോള ഫ്യൂസ്ഡ് ആണെങ്കിൽ ദറ്റ്സ് കാൾഡ് പെരിയാന്ത്. കാലിക്സ് ആൻഡ് കൊറോള ആർ ഫ്യൂസ്ഡ് ആണെങ്കിൽ അതിനെ പെരിയാന്ത് എന്ന് പറയാം. പെരിയാന്ത് ഈസ് കമ്പോസ്ഡ് ഓഫ് ടെപ്പൽസ്. സോ അതിന് 2 പേരുകളിൽ പറയാറുണ്ട്. സ്റ്റേമൻസ് അറ്റാച്ച്ഡ് ടു പെരിയാന്ത് ഈസ് കാൾഡ് എപ്പിഫിലസ് സ്റ്റേമൻ ഓർ എപ്പിടെപ്പാലസ് സ്റ്റേമൻസ് എന്നും പറയാം. നമുക്ക് പഠിക്കാനുള്ള ലില്ലിയേസി ഫാമിലിയിൽ എപ്പിഫിലസ് സ്റ്റേമൻസ് ആണ്. ലില്ലിയേസിയിൽ എപ്പിഫിലസ് സ്റ്റേമൻസ് ആണ് കാണുക. സ്റ്റേമൻസ് അവിടെ കാലിക്സ് ആൻഡ് കൊറോള ഫ്യൂസ്ഡ് ആണ്. പെരിയാന്താണുള്ളത്. പെരിയാന്ത് ഈസ് മേഡപ്പ് ഓഫ് ടെപ്പൽസ്. So the stamens are attached to the tepals or perianth. It is called epiteppalous or epiphilous stamens എന്ന് പറയാം. അപ്പോൾ അതാണ് ആ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഓർക്കുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫിലോടാക്സിയാണ്. ഫിലോടാക്സിന് ഡയഗ്രാംസ് തന്നിട്ട് ചോദിക്കാറുണ്ട്. അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഓൺ ദ സ്റ്റെം ഓർ ബ്രാഞ്ച് ഈസ് കാൾഡ് ഫിലോടാക്സി. അറേഞ്ച്മെൻറ്റ് ഓഫ് ലീഫ് ഓൺ ദ സ്റ്റെം ഓർ ബ്രാഞ്ച് ഈസ് കാൾഡ് ഫിലോടാക്സി എന്ന് പറയാം. ഓക്കെ, ഫിലോടാക്സി ഈസ് ഓഫ് 3 types: ഓൾട്ടർനേറ്റ് ഫിലോടാക്സി, ഓപ്പോസിറ്റ് ആൻഡ് വേൾഡ് ഫിലോടാക്സി. ഇങ്ങനെ വരാം. സ്റ്റെമ്മിനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് മോർ ദാൻ 1 ലീവ്സ് ഇങ്ങനെ വരികയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് വേൾഡ് ഫിലോടാക്സി. നമ്മുടെ അൾസ്റ്റോണിയ, അലമാൻഡ, നീരിയൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം.
ഓൾട്ടർനേറ്റ് ഫിലോടാക്സി വരുന്നുണ്ട്. നമ്മുടെ ഹിബിസ്കസ്, സൺഫ്ലവർ, മാംഗോ ട്രീ ഇങ്ങനെയുള്ളതിലൊക്കെ ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ഫിലോടാക്സിയാണ്. ലീവ്സ് ആർ അറേഞ്ച്ഡ് ഓൾട്ടർനേറ്റ്ലി. ഇനി ഓപ്പോസിറ്റ് ഫിലോടാക്സി വരുമ്പോഴത്തേക്ക് കലോട്രോപ്പിസ്, ഗുവ, ഇക്സോറ ഇതൊക്കെ ഓപ്പോസിറ്റ് ഫിലോടാക്സിയാണ്. ഒന്നിനും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നെക്സ്റ്റ് ലീഫ് വരും. ഇറ്റ് ഈസ് കോൾഡ് ഓപ്പോസിറ്റ് ഫിലോടാക്സി. പിന്നെ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് 2 ഫാമിലീസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലീസ്. അപ്പോൾ അതിൻ്റെ ഫ്ലോറൽ ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ അറിയണം ഏത് ഫാമിലി ആണെന്ന്. ഫ്ലോറൽ ഡയഗ്രാംസ് കണ്ടാൽ ഏത് ഫാമിലി ആണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഫ്ലോറൽ ഡയഗ്രാംസ് വരെ പഠിക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം ഫ്ലോറൽ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനൊരു ഫ്ലോറൽ ഫോർമുല തരുമ്പോൾ ഈ ഫ്ലോറൽ ഫോർമുലയിൽ നിന്ന് ഫാമിലി ഐഡൻറ്റിഫൈ ചെയ്യണം. കാരണം നമുക്ക് ഫാബേസിയെ ആൻഡ് ലില്ലിയേസിയെ 2 ഫാമിലീസ് മാത്രമേ ഉള്ളൂ. അതിൽ ഈ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് നോക്കുക, അതിൻ്റെ സിമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഈ പെർസെൻറ്റേജ് സിമ്പിൾ ഈസ് യൂസ്ഡ് ഫോർ എന്താണ് സൈഗോമോർഫിക്. ഫാബേസിയ ഫാമിലിയെല്ലാം സൈഗോമോർഫിക് ആയിരിക്കും. ഒൺലി ത്രൂ എ പർട്ടിക്കുലർ പ്ലെയിൻ. അങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ ഈക്വൽ ഹാഫ് കിട്ടുള്ളൂ. ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താൽ ഈക്വൽ ഹാഫ് കിട്ടുമെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആക്ടിനോമോർഫിക്. അപ്പോൾ ഇതിൻ്റെ സിമിട്രി എന്ന് പറയുന്നത് സൈഗോമോർഫിക് ആണ്. അതാണ് സിമ്പിൾ. നെക്സ്റ്റ് വൺ ഇറ്റ്സ് എ ബൈസെക്ഷൽ ഫ്ലോർ. ഇത് ബൈസെക്ഷൽ ആണ്. K5 മീൻസ് സെപ്പൽസ് 5 സെപ്പൽസ് ഗാമോസെപ്പാലസ് ആണ്. സോ ദറ്റ് ഇസ് പുട്ട് ഇൻ ബ്രാക്കറ്റ്. അപ്പോൾ K5 മീൻസ് സെപ്പൽസ് 5 ഗാമോസെപ്പാലസ്. നെക്സ്റ്റ് വൺ C1 + 2 + 2 ആണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരും. C1 + 2 + 2 മീൻസ് 1 സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 വിങ് പെറ്റൽ ആൻഡ് 2 കീൽ പെറ്റൽ. ദീസ് കീൽ പെറ്റൽസ് ആർ ഫ്യൂസ്ഡ്, സോ ദേ ആർ പുട്ട് ഇൻ ബ്രാക്കറ്റ്. അപ്പോൾ 1 സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 വിങ് പെറ്റൽസ് ആൻഡ് 2 കീൽ പെറ്റൽസ്. നെക്സ്റ്റ് വൺ വരുന്നത് ആൻഡ്രീഷ്യം. 10 സ്റ്റേമെൻസ് ആണ് ഉള്ളത്. പക്ഷേ അത് ഡൈ അഡൽഫസ് ആണ്. 2 ബണ്ടിൽസ് ആയിട്ടാണ് കാണുക. 9 ബണ്ടിൽസ്, 9 സ്റ്റേമെൻസ് ഒരുമിച്ചും 1 ബണ്ടിൽ സെപ്പറേറ്റ് ആയിട്ടാണ് വരിക. സോ 9 ഒരുമിച്ചായതുകൊണ്ട് അതിന് ബ്രാക്കറ്റിൽ കൊടുത്തു. അപ്പോൾ 9 + 1. അപ്പോൾ 9 ടോട്ടൽ 10 സ്റ്റേമെൻസ് ആണ് വരിക. അവിടെ 10 ഉള്ളതിൽ ഇങ്ങനെ വരും 9 + 1. അതാണ് അറേഞ്ച്. അതിൻ്റെ ഡൈ അഡൽഫസ് എന്ന് പറയും. നെക്സ്റ്റ് വൺ G1 എന്ന് പറയുമ്പോഴത്തേക്ക് ജിയുടെ അടിയിൽ അണ്ടർലൈൻ കാണാം. സുപ്പീരിയർ ഓവറിയാണ്, മോണോകാർപ്പലറിയാണ്. മോണോകാർപ്പലറി ആകുമ്പോൾ യൂണിലോക്കുലർ ആയിരിക്കും. ദറ്റ്സ് G1. അപ്പോൾ ഇത് ഫാബേസിയ ഫാമിലിയുടെ ഫ്ലോറൽ ഫോർമുലയാണ്. ഫ്ലോറൽ ഫോർമുല കണ്ടു കഴിഞ്ഞാൽ അറിയണം ഏത് ഫാമിലിയാണെന്ന്. നെക്സ്റ്റ് വൺ നമ്മുടെ അടുത്ത് പഠിക്കുന്ന ലില്ലിയേസിയ ഫാമിലിയാണ്. ലില്ലിയേസിയ ഫാമിലിയിൽ പറഞ്ഞു കാലിക്സ് ആൻഡ് കൊറോള ആബ്സെൻ്റ് ആണ്, പെരിയാന്താണുള്ളതെന്നൊക്കെ പറഞ്ഞു. അവിടെ വരുന്നത് BR മീൻസ് ബ്രാക്റ്റിയേറ്റ് ആണ്. പിന്നെ അതിൻ്റെ ഡയഗ്രാംസ് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ ബാക്കി അതിൻ്റെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് പഠിക്കുകയും വേണം. ഈ ഓരോ ഫാമിലിയിൽ വരുന്ന എക്കണോമിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് എന്നുണ്ട് എക്സാമ്പിൾസോടെ ഓർത്ത് വെക്കണം. ഇത് എന്താണ് ആക്ടിനോമോർഫിക് ആണ്. അപ്പോൾ ഫാബേസിയ ഈസ് സൈഗോമോർഫിക് ആൻഡ് ലില്ലിയേസിയ ഈസ് ആക്ടിനോമോർഫിക്. നെക്സ്റ്റ് വൺ ബൈസെക്ഷൽ. 2 ഫാമിലിയിൽ ബൈസെക്ഷൽ തന്നെയാണ്. ഇവിടെ ആണെങ്കിൽ അടുത്ത നെക്സ്റ്റ് വൺ കാലിക്സോ കൊറോളോ ഒന്നും അല്ല വരുന്നത്. കാലിക്സ് ആൻഡ് കൊറോള ആർ ഫ്യൂസ്ഡ് ആണ്. സോ നമ്മളിവിടെ P ഉപയോഗിക്കുന്നു. P3 + 3. ടോട്ടൽ 6 ടെപ്പൽസ് ആണ് ഉള്ളതെങ്കിലും അത് 2 ലെവലിലായിട്ടാണ് വരിക. 3 ആൻഡ് അകത്ത് 3 ആയിട്ട് വരുന്നു. സോ 3 + 3. അതുപോലെ തന്നെ എപ്പിഫിലസ് സ്റ്റേമൻസ് ആണ്. എപ്പിഫിലസ് നമ്മൾ പറഞ്ഞ സ്റ്റേമൻസ് അറ്റാച്ച് ടു ദി ടെപ്പൽ ഓർ പെരിയാന്തിസ് കാൾഡ് എപ്പിഫിലസ് സ്റ്റേമൻ. അപ്പോൾ അതുകൊണ്ടാണ് PAയും Aയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. എപ്പിഫിലസ് സ്റ്റേമൻസ് ആർ അറ്റാച്ച് ടു ദി പെരിയാന്ത്. ടെപ്പൽസ് 3 + 3 എന്നാണ് അറേഞ്ച്മെൻ്റ് എങ്കിൽ സ്റ്റേമൻസും 3 + 3 എന്നുള്ള അറേഞ്ച്മെൻ്റാണ് അവിടെ വരിക. ഇവിടെ ഗൈനീഷ്യം സുപ്പീരിയർ തന്നെയാണ്. അപ്പോൾ സുപ്പീരിയർ ഓവറിയാണ് വരിക. സോ ജിയുടെ അണ്ടർലൈൻ ചെയ്യുന്നു. പിന്നെ അതെന്താണ് ബൈകാർപ്പലറിയാണ്. ബൈകാർപ്പലറി ആകുമ്പോൾ ബൈലോക്കുലർ ആയിരിക്കും, കാർപ്പൽസ് ഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആയിരിക്കും വരുന്നതാണ് G2. അപ്പോൾ ഈ 2 ഫ്ലോറൽ ഫോർമുല നന്നായിട്ട് പഠിക്കണം. ഫാബേസിയുടെയും ലില്ലിയേസിയുടെയും കൂടെ ഫ്ലോറൽ ഡയഗ്രാംസും ഐഡൻറ്റിഫൈ ചെയ്യണം. അത് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. ഫാബേസിയുടെ പെറ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് മാത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻസിലുണ്ട്. ആ അറേഞ്ച്മെൻറ്റ് എന്ന് വെച്ചാൽ 1 സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 വിങ് പെറ്റൽസ് ആൻഡ് 2 കീൽ പെറ്റൽസ്. കീൽ പെറ്റൽസ് ആർ ഫ്യൂസ്ഡ്. ആ ഒരു അറേഞ്ച്മെൻറ്റാണ് നമ്മൾ വെക്സിലറി ഈസ്റ്റുവേഷൻ എന്ന് പറയുക. എക്സിലറി ഈസ്റ്റുവേഷൻ. അപ്പോൾ ഈസ്റ്റുവേഷൻ ഈസ് ദി അറേഞ്ച്മെൻറ്റ് സെപ്പൽസ് ഓർ പെറ്റൽസിനാണ് ഈസ്റ്റുവേഷൻ എന്ന് പറയുക. അപ്പോൾ ആ ടൈപ്പുകളുടെ ഓർത്ത് വയ്ക്കുക. അതിനും ഫിഗർ തന്നിട്ട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ റെഗുലർ ഓവർലാപ്പിംഗ് ആണെങ്കിൽ മീൻസ് വിത്തൗട്ട് ഓവർലാപ്പിംഗ് ആണെങ്കിൽ വാൽവേറ്റ് ഈസ്റ്റുവേഷൻ. റെഗുലർ ഓവർലാപ്പിംഗ് ആണെങ്കിൽ ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷൻ. 1 പെറ്റൽ കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ്, 1 പെറ്റൽ കംപ്ലീറ്റ്ലി ഇൻസൈഡ്, ബാക്കി ഓൾട്ടർനേറ്റ് ചെയ്ത് തന്നാൽ ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ. ആൻഡ് ഇൻ വെക്സിലറി ഇറ്റ് ഈസ് സൈഗോമോർഫിക് ആണ്. 1 ലാർജ് സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 ലാറ്ററൽ വിങ് പെറ്റൽസ് ആൻഡ് 2 സ്മോൾ കീൽ പെറ്റൽസ്. അതിൽ കീൽ പെറ്റൽസ് ഫ്യൂസ്ഡ് ആയിരിക്കും. അതാണ് 1 + 2 + 2 എന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് മോർഫോളജിയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. മോർഫോളജിയിൽ നിന്നും ചില ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ചോദിച്ചിരുന്നു. അതിലൊന്നാണ് നേരത്തെ പറഞ്ഞ റൈസോഫോറ എന്ന പ്ലാന്റിലുള്ള മോഡിഫിക്കേഷൻസ്. റൈസോഫോറയിലുള്ള മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്
ഏതാണ് നിമാറ്റോഫോർസ് ആണ്. നിമാറ്റോഫോർസ് ആർ നോൺ ആസ് റെസ്പിറേറ്ററി റൂട്ട്സ് നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് ചോദിച്ച മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഫിലോടാക്സിൻ ചോദിച്ചിരുന്നു മോർഫോളജിയിൽ നിന്ന്. ഫിലോടാക്സി ഇസ് എ പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ് ലീവ്സ് ഓൺ ദ സ്റ്റെം ഓഫ് ബ്രാഞ്ച്. റൈറ്റ് ദ നെയിം ഓഫ് എനി 2 types ഓഫ് ഫിലോടാക്സി. അപ്പോൾ ഫിലോടാക്സി ഈസ് ഓഫ് 3 types: alternate, opposite ആൻഡ് വേൾഡ് ഫിലോടാക്സി. ഇങ്ങനെ 3 types ഓഫ് ഫിലോടാക്സി അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇത്രയാണ് മോർഫോളജിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്.